ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹമെന്നാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്നേഹവാനായ ദൈവം മോശയിലൂടെ ആ ജനത്തിന് കൊടുക്കുന്ന അരുളപ്പാടുകളാണ് നാം ഇപ്പോൾ കേട്ടത്. അടിമ വീടായ മിസ്രയീം എങ്ങനെ ഇസ്രായേൽ ജനത്തിന് അടിമ വീടായി? വാഗ്ദത്ത സന്തതിയായ ഇസ്രായേൽ ജനം, ദൈവത്താൽ വിളിച്ച് വേദനിക്കപ്പെട്ട ഇസ്രായേൽ ജനം, ആ ജനം എന്തുകൊണ്ട് മിസ്രയീമിൽ അടിമകളായി കഴിയേണ്ടി വന്നു? വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. ഇന്നത്തെ തലമുറയിലുള്ള മനുഷ്യനും ഒരു ബാധകമാണ്. നാം ഓരോരുത്തരും ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. മാമോദിസ തൊട്ടയിൽ വെച്ച് നാം ദൈവത്തോട് പറഞ്ഞു, ഞാൻ സാത്താനെയും അവരുടെ സകല സൈന്യങ്ങളെയും ഉപേക്ഷിക്കുന്നു, മശിഹായെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. വാക്ക് പറഞ്ഞവരാണ്. പാപത്തോട് യാത്ര പറഞ്ഞവരാണ്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരാണ്. പക്ഷേ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കഴിയുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ സുബോധമില്ല, പാപത്തിലാണ് നല്ല ബോധമില്ല. ചടങ്ങുകൾ ആചരിച്ച് പ്രാർത്ഥനകൾ ഉരുവിട്ട് ചില കർമാനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ, അവൻ തെറ്റിലേക്കാണ് പോകുന്നത് തിരിച്ചറിയാറ് നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരു വലിയൊരു സമൂഹം. ആ സമൂഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്താം? പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാം താമസിക്കുന്ന സ്ഥലത്ത് കഠിനക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം ക്ഷാമമില്ലാത്ത മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ തുടങ്ങി തെറ്റ്. ദൈവം വിളിച്ച് വേദനിച്ച് ദൈവവേദിലായ അബ്രഹാമിന് ദൈവശബ്ദം കേൾപ്പിച്ചതാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊടുത്തതാണ്. ദൈവം അബ്രഹാം ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നവനെ വിളിച്ച് വേദനിച്ചതാണ്. ആ നന്ദി അബ്രഹാമിന് വേണമായിരുന്നു. അബ്രഹാം പ്രതികൂലങ്ങൾ വന്നാൽ, ക്ഷാമം വന്നാൽ, ദൈവമേ നിന്റെ ഇഷ്ടം എന്താണ്, നീ എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കേണ്ടതായിരുന്നു. അബ്രഹാമിന് ചോദിക്കാറ് ദൈവത്തിൻ്റെ ആലോചന ഇല്ലാതെ ഭാര്യയുടെ ആലോചന കേട്ട് മിസ്രയീമിലേക്ക് പോയി. ഗൗരവമേറിയ തെറ്റാണ് അബ്രഹാമിന് വന്നത്. തിരുത്താനാവാത്ത നഷ്ടങ്ങൾ ആ യാത്രയിൽ അബ്രഹാമിനുണ്ടായി. അബ്രഹാം തിരിച്ചറിഞ്ഞതുമില്ല. അബ്രഹാം എത്രയോ വർഷങ്ങൾ തിരിച്ചറിയാറ് വീണ്ടും ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നിത്യനായ ദൈവം അബ്രഹാമിനോട് ഇടപെട്ട് വീണ്ടും അവനോട് സംസാരിക്കുന്നത്, അരുളപ്പാടുകൾ കൊടുക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു ഒത്ത നടുവേ പിളർന്നു, ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യാസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധനമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം അബ്രഹാമിന് പാപബോധം കൊടുക്കുന്നതിന് വേണ്ടി അബ്രഹാമിനോട് ഇടപെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണാം, അബ്രഹാമിന് ദർശനത്തിലെ യഹോവയുടെ അരുളപ്പാടുണ്ടായി, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇത്ര വലിയ വാഗ്ദത്തമാണ് ദൈവം കൊടുക്കുന്നത്.
തെറ്റിപ്പോയ അബ്രഹാമിന് വീണ്ടും ദൈവം വെള്ളപ്പാടുകൾ കൊടുക്കുകയാണ്. ദൈവം അബ്രഹാമായിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വന്ന അബ്രഹാമിന് വാഗ്ദത്ത വചനങ്ങൾ കൊടുക്കുകയാണ്. ഞാനാണ് നിന്റെ പരിച, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, വേറൊന്നുമല്ല പ്രതിഫലം, ഞാനാണ് നിന്റെ പ്രതിഫലം. എത്ര വലിയ വാഗ്ദത്തങ്ങൾ! എൻ്റെ പ്രിയപ്പെട്ടവരെ, തന്നെ നമുക്ക് തരുവാനായി സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്നേഹവാനായ ആ പുത്രൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പോയി. സ്തോത്രം! ആ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാതെ പോയി. അബ്രഹാം അവിടെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എനിക്ക് എന്ത് തരും? ഈ തന്നതൊന്നും അബ്രഹാം കാണുന്നില്ല. നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. കൃത്യമായിട്ട് വാക്ക് കൊടുത്തതാണ്. അതെല്ലാം അബ്രഹാം മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അബ്രഹാമിന് അവിശ്വാസം വന്നു, അബ്രഹാമിൽ പാപം വന്നു, അബ്രഹാം എല്ലാം മറന്നുപോയി. അബ്രഹാമിനോട് ദൈവം വീണ്ടും പറഞ്ഞു, എൻ്റെ അവകാശം ദമ്മേശക്കാരനായി എലിയേസർ അത്രേ എന്ന് പറഞ്ഞപ്പോൾ, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ ദൈവം എന്താണ് പറഞ്ഞത്? അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. അവനല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. ദൈവം കൃത്യമായി വചനം കൊടുത്തതാണ്, വളരെ വ്യക്തമായി വചനം കൊടുത്തതാണ്. പക്ഷേ അബ്രഹാം പിന്നെയും അവനോട് ചോദിക്കുന്നത് അറിയാമോ? എനിക്കതിനെ അവകാശമാക്കുമെന്ന് ഞാൻ എന്തോന്നില്ലല്ലോ അറിയും. നീ വലിയ അവകാശം, നീയൊക്കെ വാഗ്ദത്തങ്ങളൊക്കെ തരുന്നുണ്ട്, പക്ഷെ അത് ഞാൻ അവകാശമാക്കുമെന്ന്, എനിക്ക് വാഗ്ദത്തയെ കിട്ടുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അടയാളം അന്വേഷിക്കുന്ന തലമുറയായി മാറി, അടയാളം അന്വേഷിക്കുന്നവനായി അബ്രഹാം മാറി, അവിശ്വാസിയായി അബ്രഹാം മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കെടുതികൾ നമുക്കറിയാം. ദൈവം പറഞ്ഞ യാഗം കഴിക്ക്, കൃത്യമായ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ദൈവം പറഞ്ഞത് കൊടുത്തു എല്ലാം അബ്രഹാം കൊണ്ടുവന്നു. ഇപ്പോൾ വായിച്ച് കേട്ടല്ലോ. മൃഗങ്ങളെ വെച്ചു, കൂറുപ്രാവിനെയും പ്രാവക്കുഞ്ഞിനെയും കൊണ്ടുവന്നു. പക്ഷേ അബ്രഹാം മൃഗങ്ങളെയെല്ലാം വളർന്നു വെച്ചു, പക്ഷേ കുറുപ്രാവിനെയോ പ്രാവൻ കുഞ്ഞിനെയോ പിളർന്നില്ല. ചെറിയ തെറ്റുകളൊന്നും തെറ്റായി അബ്രഹാം കാണുന്നില്ല. ഈ എൻ്റെ ഭാര്യയായ സാറ അവളെൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞതും, സ്വന്തം ഭാര്യയെ കൊണ്ട് ഞാൻ നിന്റെ സഹോദരനാണെന്ന് പറയിപ്പിച്ചതൊക്കെ അബ്രഹാം മറന്നു. ദൈവസന്നിധിയിൽ അകൃത്യമെന്നത് അബ്രഹാം മറന്നു. കുറുപ്രാവിനെയും പ്രാവൻ കുഞ്ഞിനെയും പിളരാറെ യാഗപീഠത്തിൽ വിളിച്ചു. തുറന്ന് കാണുന്നുണ്ട് അതിന് നെറ്റ് റിസൾട്ട്. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി. സ്വർഗത്തിൻ്റെ തീയല്ല, റാഞ്ചൻ പക്ഷി ഇറങ്ങി. അത് ശത്രുവാണ്, ശത്രുവിൻ്റെ അവകാശമാണ്. എന്നിട്ടും അബ്രഹാം തിരിച്ചറിഞ്ഞില്ല. ആ യാഗപീഠത്തിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരിക്കുന്ന അബ്രഹാമിന് ഗാഠനിദ്ര വന്നു. ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് ഗാഠനിദ്രയിലായതുപോലെ, ദലീലയുടെ മടിയിൽ ശിംശോൻ ഉറങ്ങിക്കിടന്നതുപോലെ അബ്രഹാം ഗാഠനിദ്രയിലായി. എന്തുണ്ടായി? അവന് ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വന്നു. യാഗം കഴിച്ച് അബ്രഹാമിനെ കിട്ടിയതാണ്. ദൈവത്തിൻ്റെ ഏർപ്പാടുകൾ പിന്നാലെ വരുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവര്, സ്നേഹവാനായ ദൈവം സത്യം വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ അത് ഹൃദയത്തിൽ കടന്നോ? അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഇത് കടന്നോ? അബ്രഹാം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയില്ല എന്ന് തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കൂട്ടായ്മ കൂടുന്നുണ്ട്, ദൈവാലയങ്ങളിൽ പോകുന്നുണ്ട്. അനുഗ്രഹമോ ശാപമോ കിട്ടുന്നത് തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ടവർ, വ്യവസ്ഥ പ്രകാരം ദൈവത്തിന് യാഗമർപ്പിക്കുന്നില്ല എങ്കിൽ അത് അനുഗ്രഹമല്ല, ശാപമായി തീരും. വളരെ വ്യക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നിത്യനായ ദൈവം തൻ്റെ ആദ്യ സൃഷ്ടിയായ ആദാമിനോട് കൃത്യമായി വചനം കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി 2:17. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിന് സ്തോത്രം. നന്മതിന്മകളെ കുറിച്ച് നീ തിരിച്ചറിയണ്ട. ആ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. അബ്രഹാമേ, നിന്നെ ആശയോടെ വിളിച്ച് വേദനിച്ച ദൈവത്തിൻ്റെ
ഒരു കൺമണിയാണ് നീ. നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നാൽ നീ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. എബ്രായർ 12:2. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. വേറെ എങ്ങും നോക്കണ്ട. അവൻ്റെ പൂർണ്ണ ആശ്രയം ദൈവത്തിലായിരിക്കണം. പ്രതിസന്ധികൾ വരട്ടെ, പരിഹാരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. വിളിച്ചിറക്കിയവനായ ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ട് പോകുന്നവനല്ല. അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. ആ ബോധ്യം അബ്രഹാമിന് ഇല്ലാതെ പോയല്ലോ. അബ്രഹാം ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ ഭാര്യയുടെ ആലോചന കേട്ട് ഇസ്രായേലിലേക്ക് ഇറങ്ങിപ്പോയല്ലോ. ആ ശാപം അന്ന് കിട്ടിയ ശാപം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം യാഗം കഴിച്ചു, ദൈവന് ശാപം കൊടുത്തു. ഉൽപ്പത്തി 15 നാം കണ്ടു കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ യോസേഫിനെ സ്വന്തം സഹോദരന്മാർ മിദ്യാന്റെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. ജീവിതത്തിലെ കെടുതികൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ദൈവത്തിലെ നീ അവിടെ ശാന്തമായി മുട്ടുകുത്തിയിരുന്ന് ദൈവസന്നിധിയിലേക്ക് നോക്കിയാൽ പാപം വെളിപ്പെടുത്തിരുന്ന ദൈവമുണ്ട്. പരിശുദ്ധാത്മാവാൻ ദൈവം ജീവിക്കുന്നുണ്ട്. സഖിയോന്മാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ വിശ്വാസികളെയും കൊണ്ടേ സ്വർഗത്തിലേക്ക് പോകൂ. ആ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് മനുഷ്യ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, പാവബോധം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആത്മാവിന് പാവബോധം തരാൻ തക്കോണം താഴ്ന്നിരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഫറവോൻ്റെ അകമ്പടി നായകനായ പൊത്തീഫേർ ഈ ജോസഫിനെ അടിമയായി വിലയ്ക്ക് വാങ്ങുന്നതെന്ന് തുടർന്ന് വായിക്കുന്നുണ്ട്. പൊത്തീഫേറിൻ്റെ വീട്ടിൽ അടിമയായി ജോലി ചെയ്യുമ്പോൾ പൊത്തീഫേറിൻ്റെ ഭാര്യ തിന്മയ്ക്ക് വേണ്ടി അവനെ നിർബന്ധിച്ചപ്പോൾ ഉടുവസ്ത്രം പോലും ഇട്ടിട്ട് യോസേഫ് ഓടിപ്പോയി. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസികൾ. സ്തോത്രം. മിസ്രൈമിൽ പാർക്കുന്ന ജോസഫ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതീകമാണെന്ന് ഞാൻ പറയും. ഇന്നത്തെ തലമുറയിൽ അത്യാവശ്യം അങ്ങനെയുള്ളവരെയാണ്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കുക. എബ്രായ ലേഖനം 12:4 കൃത്യമായി അപ്പോസ്തലൻ പറയുന്നുണ്ട്. പാപത്തോട് മരിക്കേണ്ടവന്നാലും പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തെയാണെന്ന് വേണ്ടത്. അവരെ കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ, അവരെ കൊണ്ട് ആത്മാക്കളെ നേടാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്ന വ്യർത്ഥമാണോ? ദൈവം നമ്മെ നോക്കി വേദനിക്കുകയാണോ? എന്തുണ്ടായി? ഉടുതുണി പോലും ഉപേക്ഷിച്ച് പാപത്തിലേക്ക് പോകാറോണം ഓടിപ്പോയ യോസേഫിന് 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. മിസ്രൈമിലെ കാരാഗ്രഹത്തിൽ യോസേഫ് കിടന്നു. തുടർന്ന് വായിക്കുന്നത് എന്താണ്? ഫറവോൻ ജോസഫിനെ മിസ്രൈമിൻ്റെ മേലധികാരിയാക്കി. ഒരു ദൈവത്തിൽ എവിടെയും വിളങ്ങും തിളങ്ങും. സ്തോത്രം. അവൻ വിശ്വാസിയായി നിന്നാൽ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നാൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നാൽ, അവൻ്റെ ജീവിതത്തെ പൂർത്തീകരണത്തിലേക്ക് നടത്താൻ ഒരു ദൈവമുണ്ട്. വിശ്വസിക്കു പ്രിയപ്പെട്ടവർ. യോസഫ് മിസ്രൈമിൻ്റെ മേലധികാരിയായി. തന്മൂലം യാക്കോബും കുടുംബവും വാഗ്ദത്ത ദേശത്ത് നിന്ന് മിസ്രൈമിലേക്ക് വരേണ്ടി വന്നു. സ്തോത്രം. ഇപ്പോഴെല്ലാവരും മിസ്രൈമിലായി. വന്നപ്പോൾ നല്ല ആവേശമായിരുന്നു. അന്ന് മിസ്രൈമിലെ മേലധികാരിയാണ് ജോസഫ്. ഒക്കെ ശരിയാണ്. സന്തോഷത്തോടെയാണ് അവർ വന്നത്. യോസേഫ് അയച്ചു കൊടുത്ത രഥങ്ങളിലാണ് അവർ വന്നത്. ഏറ്റവും നല്ല സ്ഥലത്തുമായ റമേസ്യസിൽ അവർക്ക് താമസമൊക്കെ കിട്ടി. എല്ലാം ശരിയാണ്. എന്നാൽ നാം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം, ഇസ്രായേൽ ജനം വർദ്ധിച്ചു പെരുകി ദേശത്ത് നിറഞ്ഞു. ദൈവം വാഗ്ദത്തങ്ങളുടെ വിശ്വസനാണ്. ആ മിസ്രൈമിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം അവർ വർദ്ധിച്ചു പെരുകി ദേശത്ത് നിറഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ജോസഫിനെ അറിയാത്ത പുതിയ ഫറവോൻ വന്നപ്പോൾ ആ ഫറവോൻ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. മിസ്രൈമർ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവരെ കൊണ്ട് കഠിനവേല ചെയ്യിക്കാൻ തുടങ്ങി. ഇന്ന് വാസ്തവത്തിൽ കാണുന്ന അത് തന്നെയല്ലേ പ്രിയപ്പെട്ടവർ? ഈ ലോകത്തിൻ്റെ അടിമത്വത്തിൽ ഞെരിഞ്ഞമരുകയല്ലേ ഇന്നത്തെ ക്രിസ്തീയ സമൂഹം? ശാന്തമായി ചിന്തിക്കൂ. പിശാചിൻ്റെ തടവറയിൽ കിടക്കുകയല്ലേ? അവൻ്റെ കാൽക്കൽ കിടന്ന് ഇന്ന് പുഴുക്കളെ പോലെ പുളയുകയല്ലേ? വിശ്വാസി എന്ന് പറയുന്നവൻ്റെ സ്ഥിതി എന്താണ്? പാപത്തിനുമേൽ ജയമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയുടെ പരിശുദ്ധ പിതാക്കന്മാരോട് രക്തം കൊടുത്ത്
ഊട്ടി വളർത്തിയ ഈ സഭയിലെ ദൈവമക്കൾ ഇന്ന് എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. വേദനയോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഫറവോൻ തന്നെ കൽപ്പിച്ചു, ഇസ്രായേല്യർക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം നദിയിൽ എറിഞ്ഞു കളയണം. കർശനമായ നിയമം. ദൈവജനമേ, എന്തുകൊണ്ട് ഇതൊക്കെ വരുന്നു? നിൽക്കേണ്ടതുപോലെ വിശ്വാസികൾ നിൽക്കാത്തത് കൊണ്ട് കഠിനമായ പീഡ ഏൽക്കേണ്ടി വരുന്നു. അക്കാലത്ത് ജനിച്ചവനാണ് മോശ. സ്തോത്രം. വളർത്താൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാതാപിതാക്കന്മാർ ഞാങ്ങണപ്പട്ടയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിവിട്ട ആ കുഞ്ഞിനെ ഫറവോന്റെ പുത്രിയെടുത്ത് മകനായി വളർത്തി. സ്തോത്രം. ഓർക്കുക, വിശ്വാസത്തോടെ കർത്താവിന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ തലമുറ നിൽക്കാൻ ഒരാളുണ്ടോ? അവൻ്റെ കാര്യം ദൈവം നോക്കും, ഉറപ്പ്. ദൈവം സർവശക്തനല്ലേ, സകലത്തിനും മതിയായവനല്ലേ. സ്തോത്രം. 40 വയസ്സുവരെ മിസ്രൈമിൽ ജീവിച്ച മോശ 40-ാമത്തെ വയസ്സിൽ മിസ്രൈമിൽ നിന്ന് ഓടി, കൊട്ടാരത്തിൽ നിന്ന് ഓടി മിദ്യാനിലെത്തി. പുരോഹിതനായ പൊത്തീഫേറിൻ്റെ വീട്ടിൽ പാർത്ത് അവൻ്റെ ആടുമാടുകളെ മേയിച്ചു. അവൻ്റെ മകൾ ആസനത്തിനെ വിവാഹം കഴിച്ച് അവിടെ പാർത്തു. 40 വയസ്സ്, 40 വർഷക്കാലം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലെ ഏടുകൾ ഓരോന്നോരോന്നായി നമുക്ക് ചിന്തിച്ചാൽ, സ്തോത്രം, അതേ മോശയെ നിത്യനായ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്നെ ഫറവോൻ്റെ അടുക്കലേക്കും. അവൻ എവിടെ ഒന്ന് ഓടിപ്പോന്നു, അതേ മിസ്രൈമിലേക്ക്, അതേ ഫറവോൻ്റെ അടുക്കിലേക്ക് ദൈവം മോശയെ അയക്കുകയാണ്. മോശ മിസ്രൈമിലെത്തി. തൻ്റെ സഹോദരനായ അഹ്റോൻ അവിടെയുണ്ട്. അഹ്റോനുമായി ചേർന്ന് അവർ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തെ അറിയിച്ചു, ഫറവോനെ അറിയിച്ചു. സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മിസ്രൈമിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം 430 വർഷം കഴിഞ്ഞ്, അവർ മിസ്രൈമിൽ പാർക്കാൻ തുടങ്ങി 430 വർഷം കഴിഞ്ഞ് അതേ ദിവസം നിത്യനായ ദൈവം അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. സ്തോത്രം. ദൈവം ഇതിൽ പാപത്തോടെ യാത്ര പറയാമോ? കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ ഉരുണ്ട പന്നിയെപ്പോലെ ജീവിക്കുന്ന ക്രിസ്ത്യാനി, നിനക്ക് മടങ്ങി വരാൻ സമയമായോ? ഛർദ്ദിച്ചിട്ട് വീണ്ടും ഭക്ഷിച്ച നായെപ്പോലെ മാമനസത്തൊട്ടയിൽ വെച്ച് ദൈവത്തോട്, സാത്താനോടും പാപത്തോടും യാത്ര പറയുന്നു എന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിലെ നീ പാപത്തിൽ ആഴത്തിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോയെങ്കിൽ, ആ ഛർദ്ദിച്ചത് നീ വീണ്ടും ഭക്ഷിച്ചെങ്കിൽ നിനക്ക് മടങ്ങി വരാൻ സമയമായോ? ചിന്തിക്കുക. നിത്യനായ ദൈവം ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചു. 430 വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം ദൈവം ജനത്തെ വിടുവിക്കുമ്പോൾ ആ ജനത്തിൻ്റെ സ്ഥിതി എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അബ്രഹാമിൻ്റെ മക്കളാണ്, വാഗ്ദത്ത സന്തതികളാണ്. പക്ഷേ മിസ്രൈമിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം പ്രാകൃത മനുഷ്യനാണ്. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയും, മിസ്രൈമിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം പ്രാകൃത മനുഷ്യനാണ്. വേദപുസ്തകത്തിൽ 3 തരം മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ പാപം ചെയ്ത് ജീവിക്കുന്നവനാണ്, പാപപ്രവൃത്തികളിൽ മുഴുകി ജീവിക്കുന്നവനാണ്, പാപത്തെ മോഹിച്ചും പാപം പ്രവർത്തിച്ചും ജീവിക്കുന്നവനാണ് പ്രാകൃത മനുഷ്യൻ. മിസ്രൈമിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം പ്രാകൃത മനുഷ്യനാണ്. ഫറവോൻ സാത്താൻ്റെ പ്രതീകമാണ്. മിസ്രൈം സാത്താൻ്റെ സാമ്രാജ്യമാണ്. എന്താണ് അവിടുത്തെ ജോലി? ഫറവോന് വേണ്ടി സംഭാര നഗരങ്ങൾ പണിയുന്നതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജോലി. അവരുടെ ഭക്ഷണം എന്താണ്? ഫറവോൻ കൊടുക്കുന്ന ഇറച്ചി, മത്സ്യം, വെള്ളരിങ്ങ, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി സൗജന്യമായി കൊടുക്കുന്നതായ ആഹാരങ്ങളാണ് ഇസ്രായേൽ ജനം കഴിക്കുന്നത്. ഫറവോൻ്റെ ഭക്ഷണം കഴിക്കുന്നു. അവൻ്റെ അവസ്ഥ എന്താണ്? ദൈവസംസർഗമില്ല, യാഗമില്ല, ആരാധനയില്ല, വേർപാടില്ല, സമ്മിശ്രജാതിയായി കഴിയുന്ന ഇസ്രായേൽ ജനം, പാപത്തോട് വേർപാടില്ലാതെ ജീവിക്കുന്ന ഇസ്രായേൽ ജനം, ആരാധനയില്ലാത്ത ഇസ്രായേൽ ജനം, ദൈവവുമായി ബന്ധമില്ല, ദൈവവുമായുള്ള സംസർഗമില്ല, യാതൊരു വിഷമവും അവർക്കില്ല. അവർക്ക് മിസ്രൈമിലെ വാസം വളരെ ഇഷ്ടമാണ്. ഒരു വ്യവസ്ഥകളുമില്ല, ഒരു നിയമങ്ങളുമില്ല. ഫറവോന് വേണ്ടി സംഭാര നഗരങ്ങൾ പണിയുക. ക്രിസ്ത്യാനി, ഇന്ന് ജീവിക്കുന്ന വിശ്വാസി, സ്തോത്രം, നിന്റെ ജീവിതത്തോട് ഇതിനോട് ഉപമിക്കാമോ? ഇന്ന് പാവപ്രവർത്തിയിൽ മുഴുകാൻ നിനക്ക് മടിയുണ്ടോ? നിനക്ക് സൗജന്യമായി ഒരു പെഗ് കുടിക്കാൻ കിട്ടിയാൽ നീ അത് പിടിച്ച് കുടിക്കില്ലേ?
അതോ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ നേതൃത്വം നിൽക്കുമോ? സമൂഹത്തിൻ്റെ മധ്യത്തിൽ, ഉന്നതന്മാരുടെ മധ്യത്തിൽ നിനക്കൊരു പെഗ് മദ്യം കിട്ടിയാൽ നീ അത് കുടിക്കുമോ? ഒരു പാപത്തിന് ശോധന വന്നാൽ പാപത്തെ നിരസിക്കുമോ? ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ അധീനത്തിലാക്കിയിരുന്ന കാലം, അന്ന് ഈ കേരളത്തിലും ബ്രിട്ടീഷുകാരുടെ ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരെല്ലാം ബ്രിട്ടീഷുകാരായിരിക്കും. അവിടെ ഒരു സീപ്പറെ വേണമെന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ നിന്ന് എടുക്കും. നാട്ടിലുള്ള ഉദ്യോഗസ്ഥനോട് പറയും ഒരു സീപ്പറെ വേണം. അദ്ദേഹം ആരെങ്കിലും ഒരാളെ ഒരു സീപ്പറായിട്ട് അവിടെ ആക്കി. അവിടെ വരുമ്പോൾ അതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥനായ സായിപ്പ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ ഒരു കാര്യം ചെയ്യും, ഇവിടെ മേശയുടെ കീഴിൽ ഒരു 10 രൂപയുടെ നോട്ട് ഇട്ടേക്കും, കാണാത്ത മട്ടത്തിൽ. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറയും ഈ മുറിയെല്ലാം ഒന്ന് ശരിക്കും അടിച്ചു വാരി ചെയ്യാണ്ട് ആ ബക്കറ്റിനകത്ത് ആ വേസ്റ്റ് ബോക്സിനകത്ത് ഇട്ടാക്കാൻ പറയും. അദ്ദേഹം മുറി ഇതൊക്കെ മാറും. പുതുതായിട്ട് സീപ്പറായിട്ട് വന്നവൻ ആ മുറിയെല്ലാം വൃത്തിയായിട്ട് അലങ്കരിച്ച് എല്ലാം അടിച്ചു വാരി ഞാനകത്തിട്ടു. അവൻ പറയും ജോലി തീർന്നു. അപ്പോൾ ആഫീസർ നോക്കും, ഞാൻ താഴെ ഇട്ട 10 രൂപ നോട്ടിനെ കുറിച്ച് മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഓക്കെ, എല്ലാം അടിച്ചു വാരിയോ? ഒക്കെ റെഡിയായി. ഓക്കെ, പൊക്കോ. ഇപ്പം എനിക്ക് ജോലിയുണ്ടോ? ആവശ്യം പറഞ്ഞാൽ വിളിച്ചോളാം, പൊക്കോ. അവൻ്റെ കൂലിയാണ് അവന് കിട്ടിയത്. അവൻ വിശ്വസ്തനല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതേസമയത്ത് ഒരാൾ ആ 10 രൂപ കൊണ്ടുവന്ന് കൊടുത്തിട്ട് സാർ താഴെ കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് കൊടുത്താൽ യു ആർ അപ്പോയിൻറ്റഡ്, നിന്നെ ഇവിടെ സീപ്പറായിട്ട് നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൽ നീ വിശ്വസനാണോ? നിന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസനാണോ? ശാന്തമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ജനം, ഇസ്രായേൽ ജനം, പാപത്തോട് വേർപാടില്ലാതെ, എനിക്ക് ആരാധനയില്ലല്ലോ എന്നുള്ള വിചാരമില്ലാതെ, ദൈവത്തോട് കണ്ണുനീരിൻ്റെ അപേക്ഷയില്ലാതെ അവൻ സുഖമായി ജീവിക്കുകയാണ്. ഇന്നും അതേ ലോകപരീക്ഷയെ നാം കാണുന്നില്ലേ? എന്താണ് വ്യത്യാസം? ജാതികളും ക്രിസ്ത്യാനികളും തമ്മിൽ എന്തിനാണ് വ്യത്യാസം? എല്ലായിടത്തും കുറ്റകൃത്യങ്ങളില്ലേ? പ്രകടമായ പാവപ്രവൃത്തികളില്ലേ? കൊല്ലും കൊലയുമില്ലേ? തർക്കങ്ങളും വഴക്കുകളും അക്രമങ്ങളുമില്ലേ? ഇന്നും പോലീസ് സ്റ്റേഷനുകളും കോടതികളുമില്ലേ? തിരുത്താറായോ? ഇതാണോ ക്രൈസ്തവ മാർഗം? ശാന്തമായി ചിന്തിക്കൂ പ്രിയപ്പെട്ടവർ. ആ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലത്തെ ദൈവം വിടുവിച്ചു. അവർക്ക് വിടുവിക്കപ്പെടുവാൻ ആഗ്രഹമില്ലാതിരുന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നത് 400 വർഷത്തിൻ്റെ മക്കൾ അടിമകളായിരിക്കുമെന്നാണ്. എന്നാൽ 430 വർഷം അടിമകളായിരിക്കേണ്ടി വന്ന എന്തുകൊണ്ട്? ആ ജനത്തിന് 400 വർഷം തികയുമ്പോൾ പോരാമായിരുന്നു. പക്ഷെ അവർക്ക് ആഗ്രഹമില്ല, അവർക്ക് കണ്ണുനീരില്ല, അവർക്ക് പോരണമെന്നുള്ള ആഗ്രഹമോ പ്രാർത്ഥനയോ ഇല്ല. സ്തോത്രം. 30 വർഷം ലേറ്റ് ആകേണ്ടി വന്നു. 30 വർഷം കൂടെ താമസിക്കേണ്ടി വന്നു. സഹോദര, എന്ന് നിനക്ക് തിരിയാമോ? നല്ലതാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാറ് ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടുന്ന ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. ഇന്ന് നിനക്ക് തിരിയാമോ? അത്രയും കഷ്ടത കുറഞ്ഞു. സ്തോത്രം. ഇല്ലെങ്കിൽ വലിയ പീഡകൾ വരുന്നു. ഫറവോന്റെ പീഡകൾ വരുന്നു, ഭയാനകമായ പീഡകൾ. അവിടെ കണ്ടു തുടങ്ങിയിട്ടില്ലേ? ഞാൻ വിശദീകരിക്കാൻ നിനക്കറിയാമല്ലോ. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നമുക്ക് ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. കർത്താവെ, ഞാനിത് മടങ്ങി വരുന്നു, നിനക്ക് പറയാമോ? സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ എന്ത് പറയാനുണ്ട്? അവൻ അഭിമാനിക്കാൻ എന്തുണ്ട്? അവന് അവൻ്റെ അപ്പൻ കൊടുത്തതായ മേൽത്തരമായ അങ്കിയും അവൻ്റെ വിരലിൽ കിടന്നിരുന്ന നല്ല സ്വർണ്ണ മോതിരവും അവൻ്റെ കാലിലെ ചെരുപ്പുമെല്ലാം അവൻ നഷ്ടപ്പെടുത്തിയില്ലേ? എല്ലാം അവൻ കളഞ്ഞു കുളിച്ചില്ലേ? പക്ഷെ അപ്പൻ എന്തെങ്കിലും അവനോട് കണക്ക് ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. പ്രിയപ്പെട്ടവർ, അവൻ മടങ്ങി വന്നത് എങ്ങനെയാണ്? അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. ദൈവജനമേ, നമുക്ക് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് കർത്തൃകരികളിലേക്ക് ഏൽപ്പിക്കാം.
കർത്താവിനോട് ഹൃദയം പകർന്നെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ സമ്മതിക്കുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ തിന്മകൾ വന്നുപോയി, ഞാൻ സമ്മതിക്കുന്നു. പാപത്തിൻ്റെ മട്ട് ഞാൻ വലിച്ചൂറ്റി കുടിച്ചവനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എല്ലാം സമ്മതിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു. ഇസ്രായേൽ കന്യകേ, മടങ്ങി വരിക. സ്തോത്രം. പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് നിങ്ങൾ മടങ്ങി വരിക. ദൈവം ഓരോ വിശ്വാസിയെയും വിളിക്കുന്നുണ്ട്. തൻ്റെ പ്രിയമക്കളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. മടങ്ങി വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സ്വീകരിപ്പാൻ കർത്താവിന് മനസ്സാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ മകൻ നടന്നാണ് വരുന്നത്. എന്നല്ല, ആ മകൻ്റെ സ്വരം കേട്ട് അപ്പനോട് ചെല്ലുകയാണ്. അവനായിരിക്കുന്നതായ കീറിനാറിയ വേഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്ന അപ്പൻ, അവനെ ആലിംഗനം ചെയ്യുന്ന അപ്പൻ, അവനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന അപ്പൻ, അവന് നഷ്ടപ്പെട്ടതായ മേലങ്കിയും നഷ്ടപ്പെട്ടതായ മോതിരവും ചെരുപ്പും എല്ലാം കൊടുക്കുന്ന അപ്പൻ, സാക്ഷി ജീവിതം കൊടുക്കുന്ന അപ്പൻ, നല്ലവനായ അപ്പൻ. ഇതാ ആ അപ്പന് പറയുന്നത് എന്താണ്? തൻ്റെ വേലക്കാട് പറയുന്നത് എന്താണ്? വേഗം തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് വിരുന്നൊരുക്കുവീൻ. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു. എൻ്റെ മോനെ കാണാതെ പോയിരുന്നവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഓ, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞുപോയ ദൈവമക്കളുടെ പേരുകൾ ഇന്ന് എഴുതിച്ചേർക്കുന്ന ദിവസമായി തീരട്ടെ. ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ദിവസമായി തീരട്ടെ. അവൻ്റെ തിരക്തം ഗുണകരമായി സംസാരിക്കുന്ന മനോഹരമായ സമയമായി തീരട്ടെ. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഈ സമയത്തിനായി ഞങ്ങളെ പിന്നെ സ്തുതിക്കുന്നു. തൃക്കര ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശത്രുനിശകളെ അവകാശത്തെ ഞങ്ങളെ നയിക്കണമേ. അധികാരമുള്ള ദൈവപുത്ര അവിടുന്ന് ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവെ, മനസ്സറിഞ്ഞ് നീ ഒരു പാവം ചെയ്ത് നിന്റെ ഈ ഹൃദയത്തിൽ ഞങ്ങളെ ഇറക്കി വിടുകയില്ല വാക്ക് പറയുന്നു. അനുഗ്രഹിക്കണമേ. സമർപ്പണപ്പെടുത്ത ഓരോ മക്കളുടെ മേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും ശുദ്ധീകരിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ നെടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.